സിനിമാറ്റോഗ്രാഫി ആക്ട് 1952 പ്രകാരവും ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട് പ്രകാരവും ഇന്ത്യൻ പീനൽ കോഡിനനുസരിച്ചും കുറ്റകരമാണ്. കോണ്ടാക്ട് റൂൾസ് ഉണ്ട്, ഇനി വരുന്നുണ്ട്. ഏതായാലും പ്രാഥമികമായി ഇത്ര ഒഫൻസ് ഇതിനകത്തുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് ടെലിവിഷൻ ഷോയാണ്, അത് ആക്ട് ചെയ്യുന്നതല്ല, ഇത് റിയലായിട്ട് സംഭവിച്ചതാണ്. നമുക്ക് പല സിനിമകളിലും പല ടെലിവിഷൻ ഷോയിലും എല്ലാവരും അഭിനയിച്ചാണ് കാശുണ്ടാക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ അഭിനയം ഒരാളെ മരണം വരെ അയാൾക്ക് പോകേണ്ടി വന്നെങ്കിലോ ആ രീതിയിലുള്ള പ്രവൃത്തി മനഃപൂർവ്വം ചെയ്യുന്നത് കുറ്റകരം തന്നെയാണ്. അതുകൊണ്ട് ഹൈക്കോടതി 25-ആം തീയതി ഇത് വീണ്ടും കേൾക്കും. എന്തായാലും ഇതിനകത്ത് ആരൊക്കെയാണ് ഇതിൻ്റെ അവതാരകൻ, ആരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, അവർ രണ്ടും കുറ്റക്കാരാവും. കാരണം ഇത് നിലനിൽക്കുന്ന കേസാണ്. 325 തീർച്ചയായിട്ടും. സിജോയ്ക്ക് പരാതി വേണ്ട, അവിടുത്തെ SHO ഇതിനെ സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണം. എവിടെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്ത് അവിടുത്തെ SHO കേസ് രജിസ്റ്റർ ചെയ്യണം. കാരണം അതിന് സമയമായി, ഹൈക്കോടതിയിലെ ശ്രദ്ധയിൽ ഇത് വന്നിരിക്കുന്നു.